കർത്തൃനാമത്തിലെ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചകളിൽ നമുക്ക് ഒരുമിച്ച് ചേരാനായിട്ട് സാധിച്ചില്ല. ഞങ്ങൾ ഇങ്ങോട്ട് മടങ്ങി വരുന്നതിൻ്റെ ധൃതിയായിരുന്നു. എന്നാൽ സൗഖ്യമായി നാട്ടിൽ വന്നു ചേരുവാൻ കർത്താവ് കൃപ ചെയ്തു. പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി പറയുന്നു. ഗലാത്യ ലേഖനത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. 5-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ 12 വാക്യങ്ങൾ ഉപദേശത്തിൽ നിന്ന് പ്രായോഗിക ജീവിതത്തിലേക്ക്, ഉപദേശം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഇനി പൗലോസ് സംസാരിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനു മുന്നമേ താൻ പറഞ്ഞു വന്ന വേദശാസ്ത്രപരമായിട്ട് ഉപദേശപരമായി പറഞ്ഞ കാര്യങ്ങളുടെ ഒരു സമാപനമാണ് 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ഗലാത്യ ലേഖനത്തെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഒന്നാമത് അപ്പോസ്തലൻ്റെ തൻ്റെ വ്യക്തിപരമായ ദൈവ വിളിയുടെ അടിസ്ഥാനത്തിൽ താൻ എങ്ങനെ അപ്പോസ്തലനായിരിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ആദ്യത്തെ 2 അധ്യായങ്ങൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോൾ താൻ പറയുന്ന ആശയം ദൈവം തന്നെ ഏൽപ്പിച്ച സന്ദേശമാണ് എന്നതാണ് താൻ ആദ്യ 2 അധ്യായങ്ങളിൽ നമ്മളോട് പറയുന്നത്. 3-4 അധ്യായങ്ങളിൽ ഈ പറയുന്ന കാര്യം ദൈവവചനത്തിൻ്റെ പഴയ നിയമ വാഗ്ദാനങ്ങളുടെ നിവൃത്തിയായിട്ട് ദൈവം ചെയ്ത കാര്യങ്ങളാണ് എന്നത് അദ്ദേഹം തെളിയിക്കുക. 5-6 അധ്യായങ്ങളിൽ പ്രായോഗിക ജീവിതത്തെക്കുറിച്ചാണ്. എങ്ങനെയാണ് സുവിശേഷം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്, എങ്ങനെയാണ് ദൈവഹിതപ്രകാരം സുവിശേഷത്തിൻ്റെ സ്വാധീനത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നതാണ് ആദ്യത്തെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ. അപ്പോൾ താൻ പറഞ്ഞ ഉപദേശ വിഷയത്തിൻ്റെ ഒരു സമാപനം എന്നുള്ള നിലയിൽ അദ്ദേഹം പറയുന്നത്, രക്ഷപ്പെടുവാനായിട്ട് മനുഷ്യർക്ക് സുവിശേഷമല്ലാതെ വേറെ ഒരു വഴിയുമില്ല. സുവിശേഷത്തിൽ കൂടെ കർത്താവായ യേശുക്രിസ്തു ഒരുക്കിയ രക്ഷ സമ്പൂർണ്ണമാണ്. അതിനോട് മനുഷ്യരുടെ യാതൊരു അധ്വാനവും പ്രയത്നവും കൂട്ടിച്ചേർക്കേണ്ടതായിരിക്കുന്ന കാര്യമില്ല. നമ്മളങ്ങനെ കൂട്ടിച്ചേർക്കാനായിട്ട് ശ്രമിച്ചാൽ സുവിശേഷത്തിന് നിഷേധമാണ്. അത് സുവിശേഷവും മനുഷ്യൻ്റെ അധ്വാനവും കൂടെ ഒരുമിച്ച് പോകുന്ന കാര്യമല്ല. സുവിശേഷത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ കൃപയും അത് സ്വീകരിക്കുവാനുള്ള മുഖാന്തരം വിശ്വാസവുമാണ്. പ്രവൃത്തികളാൽ മനുഷ്യർ ചെയ്യുന്ന ആചാരങ്ങളാൽ, അനുഷ്ഠാനങ്ങളാൽ, പ്രവൃത്തികളാൽ രക്ഷ കൈവരും എന്ന് ചിന്തിച്ചാൽ ഒരു പ്രവൃത്തി അതിന് ആധാരമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരിയിലെ മരണം അധികം ഞാൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് സുവിശേഷത്തിന് നിഷേധമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തിയോട് നമുക്കൊന്നും കൂട്ടിച്ചേർക്കാനായിട്ട് സാധിക്കില്ല. സുവിശേഷം പൂർണ്ണമായിട്ടും സൗജന്യമാണ്. യേശുക്രിസ്തുവിൻ്റെ ചെലവിൽ കർത്താവായ യേശുക്രിസ്തു വരുത്തിയ പാപപരിഹാര ബലിയുടെ അടിസ്ഥാനത്തിൽ ദൈവം നമുക്ക് നൽകുന്ന സൗജന്യമായ ക്രമീകരണമാണ് രക്ഷ എന്നുള്ളത്. ഒരു പ്രവർത്തനം നമ്മൾ രക്ഷയുടെ പൂർത്തീകരണത്തിനായിട്ട് നമ്മളുടെ പ്രവർത്തനമായിട്ട് കൂട്ടിച്ചേർത്താൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് മനുഷ്യർക്ക് രക്ഷപ്പെടാനായിട്ട് അവൻ്റെ പ്രവർത്തനം ഏതെങ്കിലും നിലയിൽ സഹായകരമാണ് എങ്കിൽ പ്രവർത്തനങ്ങൾ കൊണ്ട് മനുഷ്യർക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നല്ല ആണല്ലോ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മൾ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ പരിച്ഛേദന സ്വീകരിക്കാനായിട്ട് മനസ്സ് വയ്ക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് യേശുക്രിസ്തുവിനെ കൊണ്ട് പിന്നെ അദ്ദേഹത്തിന് ആവശ്യമില്ല. അവിടെ ഉപസ്ഥിതനായ ഒരു വേദശാസ്ത്രി പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ രക്ഷയ്ക്കായിട്ട് മനുഷ്യരുടെ മുൻപിൽ 2 സാധ്യതകളാണ്, അല്ലെങ്കിൽ 2 രീതികളാണ് മനുഷ്യർ അതിനു വേണ്ടി കണ്ടെത്തിയിട്ടുള്ളത്. മനുഷ്യരെന്നുള്ള വാക്ക് ഞാൻ പിൻവലിക്കുന്നെങ്കിൽ മനുഷ്യരുടെ മുൻപിൽ അങ്ങനെ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് മനുഷ്യർ തന്നെ അവരുടെ പ്രവൃത്തികൾ കൊണ്ട് രക്ഷപ്പെടുക, ദൈവത്തിന് പ്രസാദകരമായ രീതിയിലുള്ള ജീവിതം നയിച്ച് അവരുടെ പ്രവൃത്തികൾ കൊണ്ട് രക്ഷപ്പെടുക. അല്ലെങ്കിൽ ആ നിലയിലുള്ള രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ രക്ഷകനെന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. ഐ സേവ് മൈസെൽഫ്, ഞാൻ എന്നെ തന്നെ രക്ഷിക്കുന്നു. എങ്ങനെ രക്ഷിക്കുന്നത്? അനുസരണം കൊണ്ടും സമർപ്പണം കൊണ്ടും പിന്നീട് സൽപ്രവൃത്തികൾ കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും മനുഷ്യന് രക്ഷപ്പെടുക. അത് നമ്മളുടെ തന്നെ പ്രവൃത്തികളുടെ ഫലമായിട്ടുള്ള രക്ഷയാണ്. അതാണ് ലോകത്തിലെ രക്ഷാ ക്രമീകരണം എന്ന് പറയുന്നത്. അതാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന അതാണ്. മതങ്ങൾ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളിലും വ്യത്യാസമുണ്ട് എന്നുള്ളത് ശരിയാണ്. എങ്കിലും അടിസ്ഥാനപരമായി മനുഷ്യർ അവരുടെ പ്രവൃത്തികൾ കൊണ്ട്
അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് രക്ഷപ്പെടും എന്ന ആശയമാണ് അവർ പറയുന്നത്. എന്നാൽ സുവിശേഷം എന്ന് പറയുന്നത് മനുഷ്യർക്ക് അവരുടെ പ്രവൃത്തികൾ കൊണ്ട് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയില്ല. മനുഷ്യനെ രക്ഷിക്കാനായിട്ട് ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് വന്നു. നമ്മളുടെ പാപങ്ങളെ തൻ്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ ശിക്ഷ വഹിച്ച് യേശുക്രിസ്തുവിൻ്റെ നീതി നമ്മളുടെ പേരിൽ വിശ്വസിക്കുമ്പോൾ അതിനെ സൗജന്യമായി കണക്കിട്ട് യേശുക്രിസ്തു നമ്മളെ രക്ഷിക്കുന്നു എന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. മനുഷ്യർ സ്വയം രക്ഷിക്കുന്നു എന്നുള്ളത് മതങ്ങൾ പറയുമ്പോൾ, സുവിശേഷത്താൽ കർത്താവായ യേശുക്രിസ്തു നമ്മളെ രക്ഷിക്കുന്നു എന്നുള്ളതാണ് ക്രിസ്തീയ സന്ദേശം എന്നുള്ളത്. അവിടെ ഈ ഉപദേശം അതിൻ്റെ നിർമ്മലതയിൽ സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് അതിൻ്റെ ആദ്യത്തെ 6 വാക്യങ്ങളിൽ പറഞ്ഞു. നമ്മൾ സുവിശേഷം വിട്ട് കളഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാനായിട്ട് നമുക്ക് യാതൊരു നിർവാഹവുമില്ല. നമ്മളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് രക്ഷപ്പെടുവാൻ സാധിക്കില്ല. അതിൻ്റെ കാരണം 2 നിലയിൽ അദ്ദേഹം പറയുന്നുണ്ട്. ന്യായപ്രമാണം പൂർണ്ണമായിട്ടും അനുസരിക്കും. ന്യായപ്രമാണത്തിലെ ചില കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സൗകര്യമുള്ളതുപോലെ അനുസരിച്ചാൽ ദൈവപ്രസാദകരമായ രീതിയിൽ അത് സ്വീകാര്യമായി തീരുകയില്ല. പൂർണ്ണമായ അനുസരണം മാത്രം പോരാ, തുടക്കം മുതൽ അവസാനം വരെ നിലനിൽക്കുന്ന അനുസരണം വേണം. അപ്പം ജനിച്ച സമയം മുതൽ മരിക്കുന്നത് വരെ ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുസരിക്കുന്ന ആ ഒരു ക്രമീകരണം ഉണ്ടാവണം. ഇത് രണ്ടും അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യർക്ക് അവരുടെ പ്രവർത്തനങ്ങളാൽ രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല. അവനെ രക്ഷിക്കാനായിട്ട് ഒരു രക്ഷകൻ ഉണ്ടാവണം. ആ രക്ഷകൻ കർത്താവായ യേശുക്രിസ്തുവാണ്. ലോകത്തിന് അനേക പ്രവാചകന്മാരുണ്ട്, ഉപദേഷ്ടാക്കന്മാരുണ്ട്. എന്നാൽ ഒരു രക്ഷകൻ മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പം ആ നിസ്തുല്യമായ സന്ദേശം നമ്മൾ അതീവ ജാഗ്രതയോടുകൂടെ നിർമ്മലമായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. അപ്പം ഇതിനെതിരായി സംസാരിക്കുന്ന ആളുകൾ, ഈ ദുരുപദേശം പറയുന്നതായിരിക്കുന്ന ആളുകൾ വരുത്തുന്ന അപകടത്തെക്കുറിച്ചാണ് 6 മുതൽ 12 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നു. ദുരുപദേശത്തിൻ്റെ അപകടം, ഈ ഉപദേശം സുവിശേഷത്തിന് നിർമ്മലത വിട്ടുകളഞ്ഞാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ നമുക്ക് 6 മുതൽ 12 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ ഒന്ന് നോക്കാം. 5-ാമത്തെ അധ്യായത്തിൻ്റെ 6 മുതൽ 12 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ. 7 മുതൽ 6-ാമത്തെ വാക്യം നമ്മൾ പറഞ്ഞതാണ്. നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യമനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു. ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവന്റെ പ്രവൃത്തിയല്ല, അസാരം പുളിമാവ് പിണ്ടത്തിനെ മുഴുവനും പുളിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഭിന്ന അഭിപ്രായം ഉണ്ടാകുകയില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവിധി ചുമക്കും. ഞാനോ സഹോദരന്മാരെ ഇപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്നു എന്ന് വരികിൽ ഇനിയും ഉപദ്രവം സഹിക്കുന്നത് എന്ത്? അങ്ങനെയെങ്കിൽ ക്രൂശിന്റെ ഇടർച്ച നീങ്ങിപ്പോയല്ലോ. നിങ്ങളെ കലഹിപ്പിക്കുന്നവർ അംഗച്ഛേദം ചെയ്തുകൊണ്ടാൽ കൊള്ളായിരുന്നു. പൗലോസ് ദുരുപദേശത്തിന്റെ അപകടത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, സുവിശേഷത്തിന്റെ സത്യം വിട്ടുകളയാനുള്ള സാധ്യത നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിക്കാൻ നിങ്ങളെ ആർ തടഞ്ഞു കളഞ്ഞു. അവിടെ സുവിശേഷത്തിന്റെ നിർമ്മലത വിട്ടുകളയുവാൻ, ദുരുപദേശം സ്വീകരിക്കുവാൻ അതിനുള്ളതായിരിക്കുന്ന സാധ്യത വിശ്വാസികൾക്കുണ്ട്. നമ്മൾ നന്നായി ഓടി ശരിയായ വിശ്വാസം പിടിച്ചു, അതിനനുസൃതമായ രീതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ജീവിക്കുവാനായിട്ട് നമുക്കൊരു കാലത്ത് സാധിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ നിലയിൽ തന്നെ അവസാനം വരെ യാന്ത്രികമായി തുടരും എന്ന് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കില്ല. അപ്പം വിശ്വാസത്തിന് നിർമ്മലത സൂക്ഷിക്കുക, ജീവിതത്തിന് നിർമ്മലത സൂക്ഷിക്കുക എന്നുള്ളതിൽ ശ്രദ്ധേയമായ ഒരു പങ്ക് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ശരിയായ വിശ്വാസം നിലനിർത്തുകയും ശരിയായ ജീവിതം നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതിൽ ദൈവത്തിൽ ആശ്രയിച്ച് ഒരു വലിയ പങ്ക് ആ വിഷയത്തിൽ, വലിയ ശ്രദ്ധ ആ വിഷയത്തിന് നമുക്ക് നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സത്യവിശ്വാസം നിലനിർത്തുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മളുടെ ഓട്ടത്തിൽ വിശ്വാസത്തെ, നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒരു ഓട്ടത്തോടാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് താരതമ്യപ്പെടുത്തുന്നത്. അപ്പോഴേ നന്നായി ഓടി തുടങ്ങി എന്നുള്ളത് കൊണ്ട്, നല്ല ഓട്ടത്തിന് തുടക്കം നല്ല കാര്യമാണ് കേട്ടോ. എന്നാൽ നന്നായി ഓടിത്തുടങ്ങി എന്ന് വിചാരിച്ച് ആ ഓട്ടം ശേഷിക്കുന്ന സമയം എല്ലാം നന്നായി ഓടിക്കൊള്ളും എന്ന് നമുക്ക് യാന്ത്രികമായി ചിന്തിക്കാൻ സാധിക്കുകയില്ല. ഓരോ ചുവടുകളിലും ശ്രദ്ധയോടുകൂടെ ഓടേണ്ട ആവശ്യം നമുക്കുണ്ട്. അപ്പോഴേ
അത് മാനുഷികമായിരിക്കുന്ന ഉത്തരവാദിത്വത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഊന്നി പറയുകയാണ്. അപ്പൊ അതാണ് ഞാൻ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ വചനപ്രകാരം വിശ്വാസത്തെ നിർമ്മലമായി സൂക്ഷിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുവാനുള്ള ഉത്തരവാദിത്വം, അതിൽ ശ്രദ്ധ ചെലുത്തുവാനുള്ള ആവശ്യം നമുക്കുണ്ട്. അതാണ് ഞാൻ ആദ്യമേ ഈ വാക്യങ്ങൾ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. യാന്ത്രികമായിട്ട് ഞാൻ ഒരു കാലത്ത് സത്യവിശ്വാസം പിടിച്ചിരുന്ന ആളാണ്. ഞങ്ങൾ അങ്ങനെയൊക്കെ വിശ്വസിച്ചതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇനിയും ചാകുന്നത് വരെ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമായിരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അവിടെ സത്യാന്വേഷണം സത്യത്തിൽ തന്നെ നിൽക്കുന്നു എന്നുള്ള ആ കാര്യം നിരന്തരമായി നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മൾ സ്ഥലം സഭകൾ എന്നുള്ള നിലയിൽ നല്ല ഒരു തുടക്കം ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് നമുക്ക് ലഭിച്ചു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയും ഉപദേശത്തിൻ്റെ നിർമ്മലത എന്ന് പറയുന്നത് സ്ഥലം സഭകളാണ്. അപ്പോൾ അവരെന്ത് പറഞ്ഞാലും അത് സത്യമായിരിക്കും എന്നൊന്നും വരികയില്ല. നമ്മൾ ശ്രദ്ധിക്കുകയും ദൈവത്തിൻ്റെ വചനത്തെ വളരെ ശ്രദ്ധയോടുകൂടെ പഠിക്കുകയും അതിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ ഗ്രഹിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ വഴുതിപ്പോകാനുള്ളതായിരിക്കുന്ന സാധ്യത നമുക്കുമുണ്ട് എന്ന കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ ശ്രദ്ധയോടുകൂടിയ പഠനം അതീവ പ്രാധാന്യമുള്ള കാര്യമാണ്. ഇവിടെ ഓട്ടത്തിൽ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത്, അവിടെ ഓട്ടത്തിന് തടസ്സം വരുത്താനായിട്ട്, അല്ലെങ്കിൽ ഓട്ടക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അപ്പോൾ ദേവർ ട്രിപ്ഡ് എന്നുള്ളതായിരിക്കും ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് തട്ടി വീണു എന്ന് പറയുന്നതായ ഒരു പ്രയോഗമാണ്. അപ്പം ഓടുന്ന ഓട്ടത്തിൽ മറ്റുള്ള ആൾക്കാർ ഇടയ്ക്ക് കയറി, അപ്പം നമ്മുടെ കാല് അവരുടെ കാലുമായിട്ട് ഇടപെടഞ്ഞ് മറിഞ്ഞു വീഴാനുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ട്. അപ്പം നന്നായി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗലാത്യർ. എന്നാൽ മറ്റ് ചില ദുരുപദേശകന്മാർ അവരുടെ ഇടയിലേക്ക് വന്ന് അവർ ഓട്ടത്തിൻ്റെ ഇടയിൽ കയറി കഴിഞ്ഞപ്പോൾ അവർ ആകെപ്പാടെ ഇവരുടെ മറ്റുകാരുടെ കാലുമായിട്ട് കയറി തട്ടി മറിഞ്ഞു വീണ് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടായി എന്നുള്ളതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോൾ ഉപദേശം നിർമ്മലമായി സൂക്ഷിക്കുവാനുള്ള ഒരു വലിയ ശ്രദ്ധ, അതിനായുള്ള അധ്വാനം, അതിനായിട്ടുള്ള ശ്രദ്ധയോടുകൂടിയ പഠനം നിരന്തരമായിട്ട് നിലനിർത്തുന്നുവെങ്കിൽ മാത്രമേ ഉപദേശത്തിൻ്റെ വിശുദ്ധി നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉപദേശത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് നിരന്തരമായ ദൈവാശ്രയത്തോടു കൂടിയുള്ള ദൈവവചനത്തിൻ്റെ പഠനത്തിൽ, ദൈവവചനത്തിൻ്റെ ശ്രദ്ധയിൽ അടിസ്ഥാനപ്പെട്ടതായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ തുടരണം എന്നതാണ് എനിക്കും നിങ്ങളോട് പറയാനായിട്ടുള്ളത്. രണ്ടാമത്, ഈ ഉപദേശത്തിൻ്റെ ദുരുപദേശത്തിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് പൗലോസ് പറയുന്ന കാര്യം, അസാരം ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവൻ്റെ പ്രവൃത്തിയാണ്. അപ്പൊ ഈ ദുരുപദേശം, സുവിശേഷത്തിൽ നിന്ന് ആളുകൾ വ്യതിചലിക്കുക എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ല, അത് പിശാചിൻ്റെ പ്രവൃത്തിയാണ്. അവിടെ നമ്മളെ ഉപദേശത്തിൽ നിന്ന് തെറ്റിച്ച് കളയുക, സത്യവഴിയിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയുക എന്ന് പറയുന്നത് അത് ദൈവികമായ ഒരു പരിപാടിയല്ല, അത് പൈശാചികമായ പരിപാടിയാണ്. അപ്പം ദൈവവേലയിൽ ആയിരിക്കുന്ന, ദൈവകൃപയിലായിരിക്കുന്ന ദൈവമക്കള് പിശാചിന്റെ അധീനതയിലേക്ക്, അതിൻ്റെ സ്വാധീനത്തിലേക്ക് വരാനുള്ളതായിരിക്കുന്ന സാധ്യത ഉണ്ട്. അവിടെ ചില ആളുകൾ ഞാൻ കേട്ടിട്ടുണ്ട്, അവര് പുതിയ ഉപദേശങ്ങളും പുതിയ ആശയങ്ങളും ഒക്കെ പറയും. അവർ പറയുന്നത് ദൈവാത്മാവ് അവർക്ക് പറഞ്ഞു കൊടുത്തതാണെന്നാണ് അവർ പറയുന്നത്. ദൈവാത്മാവ് അവർക്ക് കൊടുത്തു. അപ്പം ശേഷാല് ആത്മാവിൻ്റെ പ്രത്യേക പ്രവർത്തനങ്ങളിലൊക്കെ ഒരുപാട് ഊന്നൽ കൊടുക്കുന്നതായിരിക്കുന്ന ആളുകൾ പറയുന്ന ഉപദേശങ്ങള്, അതിൻ്റെ അടിസ്ഥാനമായിട്ട് അവർ പറയുന്നത് ദൈവവചനത്തിൽ ആത്മാവ് അവരെ പഠിപ്പിച്ചതെന്നാണ് പറയുന്നത്. ആത്മാവിനാൽ അവർക്ക് ലഭിച്ചതായിരിക്കുന്ന കാര്യങ്ങളാണ്, ദൈവം അവരോട് നേരിട്ട് പറഞ്ഞതാണ് എന്നൊക്കെ അവർ പറയും. എന്നാൽ ദൈവവചനത്തിൻ്റെ സത്യസന്ധമായ ആ ഉപദേശത്തിന് ചേരുന്ന നിലയിലല്ലാതെയുള്ള എല്ലാ കാര്യവും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാത്ത ഒരു കാര്യവും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. ദൈവവചനത്തിന് വിരുദ്ധമായി ഒരാൾ പറഞ്ഞതിന് ശേഷം അത് പരിശുദ്ധാത്മാവ് പറഞ്ഞതാണ്, ദൈവം പറഞ്ഞതാണ്, ദൈവം എന്നെ ബോധ്യപ്പെടുത്തിയതാണെന്ന് പറഞ്ഞാൽ അത് സ്വീകാര്യമല്ല. അങ്ങനെയാണ് പിശാച് മനുഷ്യനെ സ്വാധീനിക്കുന്നത്. അവർ നേരിട്ട് ദൈവം അവരോട് സംസാരിക്കുക. ചില പെന്തക്കോസ്ത് പ്രസംഗകർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവം അവരോട് പറയും, ഓരോ കാര്യം പറയും. ഇങ്ങനാണ്, അങ്ങനാണ്, ഇങ്ങനെയൊക്കെയാ ചെയ്യേണ്ടതെന്നൊക്കെ പറയും.
പക്ഷെങ്കിൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന കാര്യം കേട്ട് കഴിയുമ്പോൾ നമുക്കറിയാം വചനത്തിൽ ഉള്ള കാര്യമല്ല. വചനത്തിനെതിരായിരിക്കുന്ന കാര്യമാണ്. ദൈവവചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ ദൈവം അവരോട് പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. വചനത്തിന് വിരുദ്ധമായി പറഞ്ഞു എന്ന് അവർ പറയില്ല. പക്ഷേ അവർ പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം അത് വചനത്തിന് വിരുദ്ധമായ കാര്യമാണ്. അത് ദൈവം പറയുകയില്ല. അത് പറഞ്ഞത് പിശാചാണ്. അവർക്ക് കൊടുത്ത ആലോചന ദൈവത്തിൽ നിന്ന് വന്നതല്ല. അത് പിശാചിൽ നിന്ന് വന്നതായിരിക്കുന്ന കാര്യമാണ്. സുവിശേഷത്തിന്റെ നിർമ്മലത നിലനിർത്തുക, സുവിശേഷത്തിന്റെ നിർമ്മലമായ ആ ഉപദേശത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹം. അതിൽ നിന്ന് വ്യതിചലിക്കുന്നതെല്ലാം പൈശാചികമായ കാര്യമാണ്. അതിനുള്ള അവകാശവാദങ്ങൾ അവരെന്ത് തന്നെ പറഞ്ഞാലും ഗലാത്തിൽ വന്നതായിരിക്കുന്ന ആളുകൾ ദൈവത്താൽ ഐക്യപ്പെട്ടവരായിട്ട് ദൈവത്തിന്റെ വചനം പറയാൻ വേണ്ടി വന്നവരാണെന്ന് അവകാശപ്പെടുക. ദുരുപദേശം പറയുന്ന ആരെങ്കിലും പറയുമോ? ഞാൻ ഈ പറയുന്ന കാര്യം ദൈവത്തിൽ നിന്നൊന്നും അല്ല കേട്ടോ, പിശാച് എന്നോട് പറഞ്ഞെന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയാമെന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. അവരെല്ലാവരും ദൈവത്തിന്റെ വക്താക്കളാണ്, ദൈവത്തിന്റെ പ്രവാചകന്മാരാണ്. അങ്ങനെയാണ് വന്ന ഈ ദുരുപദേശം പറയുന്നത്. എന്നാൽ അതൊന്നും ദൈവത്തിൽ നിന്നല്ല, അത് പിശാചിൽ നിന്നാണ്. ഇസ്ലാം എന്ന് പറയുന്ന മതം, അപ്പൊ അവർ പറയുന്ന കാര്യങ്ങള് പിന്നെ ആ അവസാന പ്രവാചകനായിട്ട് ദൈവത്താൽ അയക്കപ്പെട്ടവനായിട്ട് വന്നയാള് പറഞ്ഞതാണ്. അപ്പം ഇനി അദ്ദേഹം പറഞ്ഞ കാര്യം മാത്രം കേട്ടാൽ മതി എന്നാണ് അവർ പറയുന്നത്. എന്നാൽ അദ്ദേഹം പറഞ്ഞ കാര്യം എന്തുവാ? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം കർത്താവായ യേശുക്രിസ്തുവും തൻ്റെ അപ്പസ്തലന്മാരും വിശുദ്ധ വചനത്തിലൂടെ പറഞ്ഞതിന് നേരെ എതിരാണ്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായി അവരോട് പറയാൻ കഴിയുന്ന കാര്യം, ഇത് ദൈവത്തിൽ നിന്ന് വന്ന പരിപാടിയല്ല, ഇത് പൈശാചികമായ പരിപാടിയാണ്, ഇത് പിശാചിൻ്റെ പരിപാടിയാണ്, ഇത് അന്ധകാരത്തിൻ്റെയും പിശാചിൻ്റെയും പരിപാടിയാണ് എന്നുള്ള കാര്യം അവരോട് നമുക്ക് പറയണം. അപ്പോൾ ദുരുപദേശം ഒന്നും ദൈവത്തിൽ നിന്നല്ല. ദൈവവചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിളിലെ സത്യ സുവിശേഷത്തിന് വിരുദ്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൈശാചികമാണ്. അത് പൈശാചിക ക്രമീകരണമാണ്. അവകാശവാദം എന്തു തന്നെ ആയിരുന്നാലും അത് പൈശാചികമാണ് എന്നതാണ് രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത് പറഞ്ഞത് ഉപദേശത്തിൻ്റെ വിശുദ്ധി അങ്ങനെ യാന്ത്രികമായിട്ട് അങ്ങ് നിൽക്കുകയല്ല കേട്ടോ, നമ്മൾ അതിനെക്കുറിച്ച് വളരെ ശ്രദ്ധ കൊടുക്കും. രണ്ടാമത് ഉപദേശത്തിന് സത്യം ബൈബിളിന് വിരുദ്ധമായി പറയുന്ന ഉപദേശങ്ങളൊന്നും അതിന് ദൈവികമായ അധികാരം ആർക്കും അവകാശപ്പെടാൻ സാധിക്കുകയില്ല. എന്നാൽ അവരങ്ങനെ അവകാശപ്പെടുന്നു. അത് തിരിച്ചറിയാനുള്ളതായിരിക്കുന്ന ബുദ്ധി, അതിനുള്ള സുബോധം നമുക്ക് ആവശ്യമാണ് എന്നതാണ് അപ്പോസ്തലനായ പൗലോസ് രണ്ടാമത് പറയുന്നത്. മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് ഈ ദുരുപദേശത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അതൊരു മാരകമായ പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ അത് ഒരു സാംക്രമികമായ കണ്ടേജിയസ് ആയിട്ടുള്ള ഒരു പകർച്ചവ്യാധി പോലെ വ്യാപിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഒരാള് ഒരു സഭയിലെ ദുരുപദേശം പറഞ്ഞാൽ ആ സഭയിലുള്ളതായിരിക്കുന്ന ആളുകൾ, വിശേഷാൽ സഭയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ അത് ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ആ ഒരു വ്യക്തിയിൽ മാത്രമായിട്ട് പരിമിതപ്പെടുകയില്ല. അത് ആ പറയുന്നതായിരിക്കുന്ന ദുരുപദേശം മറ്റു മനുഷ്യരെ സ്വാധീനിക്കും. ദുരുപദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്നത് അത് ആകർഷണീയമാണ്. മനുഷ്യരെ വശീകരിക്കാനായിട്ട് അത് മതിയായതിന് അതിൻ്റെതായിരിക്കുന്ന ഒരു ആകർഷണം, ദുരുപദേശങ്ങൾക്ക് അതിൻ്റെതായ ആകർഷണമുണ്ട്. അതുകൊണ്ട് അത് മനുഷ്യരെ സ്വാധീനിക്കും. അപ്പോൾ വിശുദ്ധിയെക്കുറിച്ചോ അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തെക്കുറിച്ചോ ഒക്കെ ഇവർ പറയുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ആവേശമുണ്ട്. പെന്തക്കോസ്തുകാർ തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ ബുദ്ധി നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ശ്രദ്ധയില്ലാത്ത വിശ്വാസികൾ അവർ പറയുന്ന കാര്യം കേട്ടാൽ അതിനകത്തൊരു വലിയ ആകർഷണമുണ്ട്. ഒരുപാട് നാളായി പാപത്തിൻ്റെ പ്രലോഭനങ്ങളും അതിൻ്റെതായ പ്രശ്നങ്ങളും ഒക്കെ നേരിട്ട് ജീവിക്കുന്നതായിരിക്കുന്ന ആളുകളോട് അവർ പറയുകയാണ്, എൻ്റെ കുഞ്ഞെ, നിനക്ക് ഈ പാപത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനായിട്ട് സാധിച്ചോ? ഇല്ല. നീ കാത്തിരുന്ന അന്യഭാഷ പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ നിന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും. അത് പറഞ്ഞാൽ അങ്ങനെ കേൾക്കുമ്പോൾ അങ്ങനെ സംഭവിക്കുമെന്നുള്ളതായിരിക്കുന്ന പ്രതീക്ഷ അവർക്ക് നൽകാൻ സാധിക്കുന്നത് കൊണ്ട് വളരെ ആകർഷണീയമായിരിക്കുന്ന ഒരാശയം. നിങ്ങൾ 2 or 3 ദിവസവും ആഹാരം ഉപേക്ഷിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. മാത്രമല്ല, അങ്ങനെ കാത്തിരുന്ന് അങ്ങനെ അന്യഭാഷയുടെ ആ ഒരു അനുഭവമൊക്കെ കിട്ടിയാൽ ആ ഒരു ആരംഭകാലത്ത് ഏതാണ്ടൊക്കെ വ്യത്യാസം വന്നു എന്നൊരു തോന്നലും വരും കേട്ടോ. അപ്പം അതിൻ്റെതായിരിക്കുന്ന
ആകർഷണം ഈ ദുരുപദേശങ്ങൾക്കുണ്ട്. എന്നാൽ അത് ദൈവത്തിൽ നിന്നല്ല, ദൈവിക പരിപാടി അനുസരിച്ചല്ല. കാരണം അത് ദൈവവചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിളിൽ കർത്താവായ യേശു ക്രിസ്തു തന്നെ അപ്പസ്തലന്മാർ പറഞ്ഞു തന്ന ആശയത്തിന് വിരുദ്ധമാണ്. അപ്പം അതാണ് അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദുരുപദേശങ്ങളെ നമ്മൾ ശക്തമായി തന്നെ നേരിടണം. അതിനെ നമ്മൾ അതിനെ ആ ദുരുപദേശമാണ് എന്നുള്ളത് ആളുകളെ ബോധ്യപ്പെടുത്തി, അതിൻ്റെ അപകടത്തെ ബോധ്യപ്പെടുത്തി, അതിനെതിരെ ദൈവത്തിൻ്റെ വചനം പറയുന്ന സത്യ ഉപദേശം അവരെ ബോധ്യപ്പെടുത്തി, അതിനുള്ളതായിരിക്കും ഉത്തരവാദിത്വം നമുക്ക്. അവഗണിക്കാനായിട്ട് സാധിക്കില്ല. അതങ്ങനെയൊക്കെ അവരൊക്കെ പറയും, അതങ്ങ് വിട്ടേച്ചാൽ മതി. അത് വിട്ടേച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതൊരു അർബുദം പോലെ. വേറൊരു ഭാഗത്ത് അത് പറയുന്നുണ്ട്, ഒരു ഉപദേശം അർബുദം പോലെ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കും. അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആദ്യത്തെ സ്റ്റേജിലൊക്കെ കണ്ടുപിടിച്ചത് കട്ട് ചെയ്ത് കളഞ്ഞാൽ അതിൻ്റെതായിരിക്കുന്ന ഒരു വിടുതൽ കിട്ടും. എന്നാൽ സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ കാര്യം, അത് വലിയ ഉപദ്രവം ചെയ്യും. അതുകൊണ്ട് ദുരുപദേശത്തെ അതിൻ്റെ ആരംഭത്തിൽ തന്നെ നേരിടണം. ദുരുപദേശമാണ് എന്നുള്ളത് അവരെങ്ങനെ പറയുന്ന ആളുകൾക്കെതിരെ നമ്മൾ നിലപാട് സ്വീകരിക്കണം. അതിനെ ദൈവവചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ സതുപദേശം എന്താണ് എന്ന് ആളുകളെ പഠിപ്പിക്കണം. അല്ലെങ്കിൽ ഈ ഉപദേശം അദ്ദേഹം പറഞ്ഞ അസാര പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കും. ഒരല്പം പുളിമാവ് പിണ്ടത്തിൽ അല്ലെങ്കിൽ മാവിനകത്ത് ചേർത്താൽ അത് ഒരു ദിവസം കഴിയുമ്പോൾ അത് മുഴുവൻ പുളിച്ചിരിക്കും. അതാണ് അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അത് ധാർമ്മിക പ്രശ്നത്തെക്കുറിച്ച് ഈ ഉദാഹരണം അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ജീവിതത്തിലെ പിശകുകൾ, ഉപദേശത്തിലെ പിശകുകൾ അവഗണിക്കാനായിട്ട് നമുക്ക് അനുവാദമില്ല. അതിനെ നമ്മൾ നേരിടണം, അതിനെ നമ്മൾ ശാസിക്കണം, അതിന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കുന്ന അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ അത് സഭയെ അശുദ്ധമാക്കും, ആശയങ്ങളെ വികലമാക്കും, ജീവിതത്തെ മലിനമാക്കും. അത് വളരെ വികൃതമായ ഒരു ക്രമീകരണമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യയിലുള്ളതായിരിക്കുന്ന ആളുകളോട് ഇത്രയും ശക്തമായി സംസാരിക്കുന്നതിൻ്റെ കാരണം അതാണ്. ദുരുപദേശത്തെ അവഗണിക്കുവാൻ പാടില്ല, ജീവിതത്തിൻ്റെ അശുദ്ധിയെ അവഗണിക്കാനായിട്ട് പാടില്ല. അതിനെതിരെ ഉള്ള ശക്തമായ നിലപാട് ദൈവമക്കൾക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ സഭ പോകും, ഉപദേശം വഴുതിപ്പോകും. ശ്രദ്ധിക്കാതെ നമ്മൾ അതിനെ അവഗണിച്ച് കുറെ കഴിയുമ്പോൾ നമ്മൾ നിന്ന സ്ഥലത്ത് നമ്മൾ ഒരുപാട് ദൂരം മാറിപ്പോയി എന്ന് ഉള്ള ഒരു സ്ഥിതി വരും. അതാണ് അപ്പോസ്തലനായ എബ്രായ ലേഖനകാരൻ പറയുന്നത് അതാണ്. അതുകൊണ്ട് നിങ്ങൾ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു, വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കട്ടെ. കേട്ടത് അധികം ശ്രദ്ധയോടുകൂടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തിൻ്റെ വചനം വളരെ ശ്രദ്ധയോടുകൂടെ പഠിച്ച് എല്ലാ ദുരുപദേശങ്ങളെയും എതിർത്ത് അതിൻ്റെ ഉപദേശത്തിൻ്റെ വിശുദ്ധി നിലനിർത്താനുള്ളതായിരിക്കുന്ന ആ ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളതാണ് മൂന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഒന്നാമത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ ഉപദേശം യാന്ത്രികമായിട്ട് ശുദ്ധമായി നിൽക്കില്ല. അപ്പം അതിന് വളരെ ശ്രദ്ധ ആവശ്യമാണ്. അത് ഇടറിപ്പോകുവാനും വഴുതിപ്പോകുവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയോടുകൂടെ ഉപദേശത്തെ പഠിക്കണം, അതിനെ നിലനിർത്തണം എന്നുള്ളതാണ് ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത്, ഈ ദുരുപദേശങ്ങളെല്ലാം പൈശാചികമാണ്. അതൊന്നും ദൈവത്തിൽ നിന്ന് വരുന്നതായ കാര്യമല്ല. ദൈവികമായ ഒരുപാട് പിൻബലമൊക്കെ അതിനുവേണ്ടി അവർ അവകാശപ്പെടുമെന്നുള്ളത് ശരിയാണ്. എന്നാൽ അതൊന്നും ദൈവികമായിരിക്കുന്ന ക്രമീകരണമല്ല എന്നതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. മൂന്നാമത് പറഞ്ഞത്, ഈ ദുരുപദേശങ്ങളെല്ലാം പൈശാചികമാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ്. അല്ലല്ല, ഈ ദുരുപദേശങ്ങൾ പടരുന്ന, പകർച്ച ഉണ്ടാകുന്ന, അത് മലിനമാക്കുന്ന ക്രമീകരണങ്ങളാണ്. അതുകൊണ്ട് അതിനെ ആരംഭത്തിൽ തന്നെ നേരിടണം എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ദുരുപദേശത്തിൻ്റെ പ്രശ്നത്തെക്കുറിച്ചാണ് ആദ്യത്തെ 3 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. 10-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം, 10-ാമത്തെ വാക്യത്തിൽ പറയുന്ന കാര്യം, ഈ പറഞ്ഞ ആശയത്തിന് അല്ലെങ്കിൽ മാനുഷികമായ നിലയിലുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച്, വിശ്വാസികളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് ആദ്യത്തെ 3 വാക്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്. നമ്മൾ ഉപദേശം യാന്ത്രികമായി
ശുദ്ധമായി നിൽക്കുകയില്ല. ഉപദേശത്തെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ അത് നിലനിർത്തണം. അല്ലെങ്കിൽ അത് സഭയെ മലിനമാക്കും. അതിനെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ്. അപ്പം നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. എന്നാൽ അടുത്ത 10ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ദൈവത്തിന്റെ കൃപയെക്കുറിച്ചും ദൈവത്തിന്റെ സംരക്ഷണത്തെക്കുറിച്ചുമാണ് താൻ പറയുന്നത്. ദൈവം എങ്ങനെയാണ് ദൈവമക്കളെ നിലനിർത്തുന്നത്? അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് പോകണം കേട്ടോ. നമുക്ക് ഉപദേശത്തിൽ നിലനിൽക്കുവാനും കർത്താവിൽ നിലനിൽക്കുവാനുമുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമ്മളുടെ ഈ ഉത്തരവാദിത്വത്തെ നിർവഹിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. നമ്മൾ യഥാർത്ഥത്തിൽ നിലനിർത്തുന്നത് കർത്താവ് തന്നെയാണ്, കർത്താവിൻ്റെ കൃപയാണ് എന്നുള്ളതാണ് അപ്പോസ്തലനായ പൗലോസ് 10ാമത്തെ വാക്യത്തിൽ. നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാകുകയില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. അവിടെ ഭിന്നാഭിപ്രായം എന്ന് പറഞ്ഞത് സുവിശേഷത്തെ സംബന്ധിച്ച് ഉള്ളതായ ഭിന്നാഭിപ്രായം എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ സത്യവിശ്വാസം സത്യസുവിശേഷം സ്വീകരിച്ച് നിങ്ങൾ ശരിയായ രീതിയിൽ ഓടുവാനായിട്ട് ദൈവത്തിന്റെ കൃപയാൽ ഇടവന്നതായിരിക്കുന്ന ആളുകളാണ്. നിങ്ങൾ സത്യസുവിശേഷം വിശ്വസിച്ചതായിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ സത്യസുവിശേഷത്തിന്റെ ബോധ്യത്തിൽ നിന്ന് നിങ്ങളെ പറിച്ചു കളയുവാൻ, നിങ്ങളെ വ്യതിചലിപ്പിച്ച് കളയുവാൻ ദൈവം അനുവദിക്കുകയില്ല. കർത്താവിൽ നമുക്കുള്ളതായ ധൈര്യം, കർത്താവിൽ നമുക്കുള്ളതായിരിക്കുന്ന ഉറപ്പ്, സുവിശേഷത്തെ സംബന്ധിച്ച ഒരു ഭിന്നാഭിപ്രായം നമ്മുടെ ഹൃദയത്തിൽ ഉറയ്ക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല എന്നുള്ളതായിരിക്കുന്ന ഉറപ്പ്. അപ്പൊ സുവിശേഷത്തിന് നിലനിൽക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഉത്തരവാദിത്വമായിരിക്കുമ്പോൾ തന്നെ ആ സുവിശേഷത്തിൽ നമ്മളെ നിലനിർത്തുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയാണ്. അത് ദൈവത്തിൽ നമുക്കുള്ളതായിരിക്കുന്ന ധൈര്യമാണ്. സത്യസുവിശേഷത്തിന്റെ പ്രത്യേകത, സത്യസുവിശേഷം സ്വീകരിച്ചതിൻ്റെ അനുഗ്രഹം, സത്യസുവിശേഷത്തിൽ വിശ്വസിച്ചതിൻ്റെ അനുഗ്രഹം എന്താണ് എന്ന് ചോദിച്ചാൽ ആ സുവിശേഷത്തിൽ നിലനിൽക്കുവാനുള്ള കൃപയും കൂടെ കർത്താവ് അതിനോട് ചേർത്ത് നമുക്ക് തരും എന്നുള്ളതാണ്. അപ്പൊ സത്യസുവിശേഷത്തിൽ നിലനിൽക്കുന്നതിൻ്റെ കാരണം അതിൽ നിലനിൽക്കുവാനായിട്ട് ആ കൃപ, അതിനുള്ളതായ അവസരം, അതിനുള്ള ക്രമീകരണം, ദൈവത്തിന്റെ സംരക്ഷണം ദൈവം വിശ്വാസികൾക്ക് നൽകുന്നു എന്നുള്ളതാണ് പൗലോസിന്റെ ധൈര്യം. നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാകുകയില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. ദൈവസന്നിധിയിലുള്ളതായിരിക്കുന്ന നമ്മുടെ ഉറപ്പ് എന്നത് സത്യസുവിശേഷം സ്വീകരിച്ചതായിരിക്കുന്ന ഈ ആളുകൾ ആ സുവിശേഷത്തിൽ നിലനിൽക്കും എന്നുള്ളതായിരിക്കുന്ന ഉറപ്പാണ്. ഈ ആശയം ഫിലിപ്പ് ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 4-ാം വാക്യമല്ലേ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. നിങ്ങൾ നല്ല വേലയെ ആരംഭിച്ചവൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നിങ്ങൾ നല്ല വേലയെ ആരംഭിച്ചവൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറച്ചിരിക്കുന്നു. അവിടെ സുവിശേഷത്തിൽ നിലനിൽക്കുവാൻ, സത്യവചനം പിടിച്ചുകൊള്ളുവാൻ, ഉപദേശത്തെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോൾ തന്നെ ആ സത്യസുവിശേഷത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് സുവിശേഷത്തിന്റെ ധൈര്യമാണ്, സുവിശേഷത്തിന്റെ പ്രത്യേകതയാണ്, സുവിശേഷം വിശ്വസിച്ചതിൻ്റെ ധൈര്യമാണ്. അപ്പൊ അത് വളരെ അത്ഭുതകരമായ ഒരു ക്രമീകരണമാണ്. ഭിന്നാഭിപ്രായം ഉണ്ടാകുകയില്ല. സുവിശേഷത്തെ വിട്ടുകളയാനായിട്ട് നിങ്ങൾക്ക് കഴിയുകയില്ല. സുവിശേഷത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ ധൈര്യം നിങ്ങൾ ഉപേക്ഷിക്കുകയില്ല. അതിന് കാരണം സത്യസുവിശേഷം തുടക്കം മുതൽ അവസാനം വരെ നിലനിൽക്കുന്ന ഉപദേശമാണ്. അത് ഉറച്ചു നിൽക്കാനുള്ള ദൈവകൃപ സുവിശേഷം നമുക്ക് നൽകുന്നുണ്ട്. അപ്പൊ അതാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാകുകയില്ല. അതിന്റെ കാരണം നിങ്ങൾ സത്യസുവിശേഷം സ്വീകരിച്ച ആളുകളാണ്. അവിടെ സത്യസുവിശേഷമാണ് സ്വീകരിച്ചത്, അല്ലെങ്കിൽ സത്യസുവിശേഷം വിശ്വസിച്ചവരാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രധാന തെളിവ് ആ സുവിശേഷത്തിൽ നിലനിൽക്കുവാനായിട്ട് ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ്. സുവിശേഷം, പെർസീവറൻസ് ഈസ് ആക്ച്വലി ദി അഷ്വറൻസ് ഓഫ് ദ ട്രൂത്ത് ഓഫ് ദ ഗോസ്പൽ. നാം വിശ്വസിച്ചതായിരിക്കും സുവിശേഷം സത്യമാണെന്നുള്ളതിന്റെ ഒരു പ്രധാന തെളിവ് ആ സുവിശേഷത്തിൽ നിലനിൽക്കുവാനുള്ള കൃപ സുവിശേഷത്തിലൂടെ നമുക്ക് ദൈവം തരുന്നു എന്നുള്ളതാണ്. സുവിശേഷം വിട്ടുകളയുന്ന ആളുകൾ സുവിശേഷം വിശ്വസിച്ച ആളുകളല്ല. സുവിശേഷം വിട്ടുകളയുന്ന ആളുകൾ സുവിശേഷം വിശ്വസിച്ച ആളുകളല്ല. സത്യസുവിശേഷത്തിന്റെ പ്രത്യേകത ആ സുവിശേഷത്തിൽ നിന്ന് അതിനെ വിട്ടുകളയുവാൻ, അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുവാനായിട്ട് ദൈവം അവരെ അനുവദിക്കുന്നില്ല. ദൈവത്തിന്റെ കൃപയിൽ ദൈവം അവരെ സൂക്ഷിക്കുന്നു എന്നുള്ളത് അതിന് പ്രത്യേകതയാണ്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് യാന്ത്രികമായിട്ട് സുവിശേഷത്തെ സംബന്ധിച്ച് ഒരു ശ്രദ്ധയുമില്ലാതെ ജീവിക്കാമെന്നല്ല പൗലോസ് പറയുന്നത് കേട്ടോ. ആദ്യം അദ്ദേഹം പറഞ്ഞ പ്രസ്താവനകൾ നിങ്ങൾ ശ്രദ്ധിക്കണം.
സുവിശേഷത്തിന്റെ നിർമ്മലത സൂക്ഷിക്കുവാൻ, അത് സത്യസുവിശേഷമാണ് എന്ന് എല്ലായ്പ്പോഴും ഉറപ്പുവരുത്തുവാൻ, ശ്രദ്ധയോടുകൂടെ ദൈവത്തിന്റെ വചനത്തെ പഠിക്കുവാൻ, നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിൽ നിന്ന് തന്നെയാണെന്ന് ഉറപ്പാക്കുവാൻ, അതിനുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്വവും ബാധ്യതയും നമുക്കുള്ളപ്പോൾ തന്നെ അതിൽ നമ്മൾ നിലനിൽക്കുന്നതിൻ്റെ കാരണം നാം വിശ്വസിച്ചതായിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യേകതയാണ്. സത്യസുവിശേഷം അത് വിട്ടുകളയാതിരിക്കുവാനുള്ള കൃപ, അതിനുള്ളതായിരിക്കുന്ന കരുത്ത് കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ആ സുവിശേഷത്തിന്റെ സത്യവിശ്വാസത്തിന്റെ ഭാഗമായി തന്നെ നമുക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് നാലാമത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. സത്യസുവിശേഷത്തിന്റെ പ്രത്യേകത, സത്യസുവിശേഷം വിശ്വസിച്ചതായിരിക്കുന്ന ആളുകൾ ആ സുവിശേഷത്തിൽ നിലനിൽക്കുന്നു എന്നതാണ്. നിങ്ങളൊന്ന് 15-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ വായിച്ചാലും അത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. നിങ്ങൾ വിശ്വസിച്ചതും നിങ്ങൾ നിലനിൽക്കുന്നതുമായ സുവിശേഷം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് സുവിശേഷത്തെക്കുറിച്ച് പറയുന്നത്. സത്യവിശ്വാസമുള്ള ആളുകൾ അതിൽ നിലനിൽക്കുന്ന ആളുകളാണ്. സത്യസുവിശേഷം അതിന് നിർമ്മലത നിലനിർത്തുവാനായിട്ട് നമ്മളെ പ്രാപ്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ ക്രമീകരണമാണ് എന്നത് നമുക്ക് അവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, സത്യസുവിശേഷം വിട്ടുകളഞ്ഞ അല്ലെങ്കിൽ സത്യസുവിശേഷത്തിന് വിരുദ്ധമായി അതിൻ്റെ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ ആരായിരുന്നാൽ അവർക്ക് ആത്യന്തികമായി ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടാകും എന്നുള്ള കാര്യമാണ് പൗലോസ് 5-ാമത് നമ്മളോട് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, സത്യസുവിശേഷത്തെ നിഷേധിക്കുന്ന ആളുകൾ ആരാണെങ്കിൽ അവരതിന് ശിക്ഷ വഹിക്കേണ്ടതായിട്ട് വരും. ദുരുപദേശം പറയുന്നത് വളരെ അപകടകരമായ കാര്യമാണ്. നാം എന്തു പറയുന്നു എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകളെ കുറിച്ച് പ്രസംഗകന്മാരോട് പ്രത്യേകിച്ച് പറയാൻ കേട്ടോ, വാട്ട് വി പ്രീച്ച് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ദൈവത്തിന്റെ പ്രതിനിധികൾ എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ വചനം പറയാനുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. അവർ പുൾപിറ്റ്സ് ആർ ആക്ച്വലി ഫ്രം വെയർ ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് കമ്മിങ് ഫോർത്ത്. ദൈവത്തിന്റെ വചനം പുറപ്പെട്ടു വരേണ്ടതായ ഇടമാണ് ദൈവഭക്തന്മാരായിരിക്കുന്ന ആളുകളുടെ പ്രസംഗപീഠം എന്ന് പറയുന്നത്. അങ്ങനെയാണ് അവർ പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ പ്രതിനിധികളായിട്ട് ദൈവത്തിന്റെ വചനം പറയാനായിട്ട് ഏൽപ്പിക്കപ്പെട്ട ആളുകള് ദൈവവചനം പറയാതെ പിശാചിന്റെ വചനം പറഞ്ഞു അല്ലെങ്കിൽ ദൈവവചനത്തെ കോട്ടിക്കളഞ്ഞു എന്ന് പറയുന്ന വലിയ അപരാധം. യാക്കോബ് അപ്പോസ്തലൻ അത് പറയും കേട്ടോ, നിങ്ങൾ അനേകം ഉപദേഷ്ടാക്കന്മാരാകരുത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഉപദേഷ്ടാക്കന്മാർക്കുള്ള ദൈവത്തിന്റെ ന്യായവിധി ഭയങ്കര എന്നാണ് പറഞ്ഞത്. ദുരുപദേശം പറയുന്ന ആളുകൾക്ക് താൽക്കാലികമായിട്ടൊക്കെ അവർക്ക് വിജയം ഉണ്ടാകുന്നു എന്നുള്ളത് ശരിയാണ്. എന്നാൽ ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ദൈവത്തിന്റെ പ്രതിനിധികൾ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അസത്യം പറയുന്ന, സുവിശേഷത്തിന് വിരുദ്ധമായി സംസാരിക്കുന്ന ആളുകൾക്ക് ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടാകും. അപ്പൊ അത് ഞാനൊരു മുന്നറിയിപ്പായിട്ട് എൻ്റെ സഹോദരങ്ങളോട് പറയട്ടെ. എന്നെ കേൾക്കുന്ന ആളുകളൊക്കെ പ്രസംഗിക്കുന്ന ആളുകളാണ്. പ്രിയമുള്ളവരെ, നമ്മൾ എന്താ പ്രസംഗിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വലിയ ജാഗ്രത നമുക്ക് ആവശ്യമാണ്. കർത്താവിന്റെ പേരിൽ നാം സംസാരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ വചനം തന്നെയായിരിക്കണം. അത് നമ്മൾ പറയുന്ന കാര്യം സത്യമാണെന്നുള്ള കാര്യം ഉറപ്പാക്കണം. പറയുന്നതിനകത്തൊക്കെ നമുക്ക് പരാധീനതകളും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം ശരിയാ. പക്ഷെങ്കിൽ വി ഹാവ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി ആസ് ഗോഡ്സ് പ്രീച്ച്. ദൈവവചനത്തിന്റെ പ്രഘോഷകന്മാരെന്നുള്ള ഉത്തരവാദിത്വം വളരെ ഗൗരവമായിട്ട് നമ്മൾ സത്യം പറയണം. ദുരുപദേശം പറയരുത്. കാരണം ദുരുപദേശം പറയുന്ന ആരാണെങ്കിൽ അവർക്ക് ദൈവത്തിന്റെ ശിക്ഷാവിധി വഹിക്കേണ്ടതായിട്ട് വരും, അവർ അത് ചുമക്കേണ്ടതായിട്ട് വരും, ദൈവത്തിന്റെ ന്യായവിധിയെ നേരിടേണ്ടതായിട്ട് വരും. ആ കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അവിടെ ചില ആളുകൾ പറയുന്നത് അവർ കൂടിയ ആൾക്കാരാണെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവര് ഉപദേശം തെറ്റിച്ച് പറഞ്ഞാലും ദൈവത്തിന് ആൾക്കാരില്ലയോ, അതുകൊണ്ട് പിന്നെ അവർക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. പൗലോസ് എന്താ പറയുന്നത്, അവരാരായിരുന്നാലും, അവർ അവകാശവാദം എന്ത് തന്നെയായിരുന്നാലും ദുരുപദേശമാണ് പറയുന്നതെങ്കിൽ അവർ ദൈവത്തിന്റെ ന്യായവിധിക്ക് വിധേയരായി തീരും. പ്രിയമുള്ളവരെ, ഞാൻ പറയാം, നാം ദൈവത്തിന്റെ ഹിതപ്രകാരമാണ് ആയിരിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് നാം ദൈവത്തിന്റെ വചനം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ പറയുന്നവരാണ് എന്നുള്ളത്. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദ ഗ്രേറ്റസ്റ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ പ്രീച്ചർ ഈസ് ടു പ്രീച്ച് ഗോഡ്സ് വേർഡ്. ദൈവത്തിന്റെ വചനം സത്യമായി പ്രസംഗിക്കുക എന്നതാണ് ഒരു പ്രസംഗകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അങ്ങനെയല്ലേ അപ്പോസ്തലനായ പൗലോസ് പിന്നീട് പറയുന്നത്, വചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്
ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കും. ദൈവത്തിൻ്റെ വചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്, സത്യസന്ധമായി പ്രസംഗിച്ചുകൊണ്ട്, അതിലെ സത്യങ്ങൾ ആയിരിക്കുന്നത് പോലെ തന്നെ പറഞ്ഞുകൊണ്ട്, ആ നിലയിലുള്ള നിലപാടാണ് ദൈവമക്കൾക്ക് ആവശ്യമായിരിക്കുന്നത്. ദുരുപദേശം പറയുന്ന അപകടകരമായ കാര്യമാണ്. അതിൻ്റെ മേലുള്ളതായിരിക്കുന്ന ദൈവത്തിൻ്റെ ന്യായവിധി ഗൗരവമായ ന്യായവിധിയാണ് എന്നുള്ളതാണ് ഞാൻ അഞ്ചാമത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവസാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ വാക്യത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, സഹോദരന്മാരെ, ഞാൻ ഇപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്നു എന്ന് വരികിൽ ഇനിയും ഉപദ്രവം സഹിക്കുന്നത് എന്ത്? അങ്ങനെയെങ്കിൽ ക്രൂശിന്റെ ഇടർച്ച നീങ്ങിപ്പോയത്. അപ്പം ഇത് മനസ്സിലാക്കാനായിട്ട് അല്പം പ്രയാസമുള്ളൊരു പ്രസ്താവനയാണ്. എന്തുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് താൻ പ്രസംഗിക്കുന്നത് പരിച്ഛേദന ആണ് എന്ന് മനുഷ്യർക്ക് തെറ്റിദ്ധരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന നിലയിൽ സംസാരിക്കുന്നത് എന്താണ് എന്ന ഒരു ഗൗരവമായ ചോദ്യം ഈ വാക്യത്തെ അധികരിച്ചുണ്ട്. എന്നാൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, സുവിശേഷത്തിന്റെ ഇടർച്ച, സുവിശേഷത്തിന്റെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, സുവിശേഷം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ സൗജന്യമായിട്ട് ദൈവം നൽകിയിരിക്കുന്നു എന്ന് പറയുന്ന ആ ആശയം, സുവിശേഷത്തിന്റെ നിർമ്മലതയാണ് സുവിശേഷം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ ഇടർച്ച എന്ന് പറയുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അദ്ദേഹം അദ്ദേഹം പരിച്ഛേദന പ്രസംഗിച്ച് അല്ലെങ്കിൽ പ്രസംഗിക്കുന്നു എന്ന ആൾ തെറ്റിദ്ധരിച്ചു എന്ന് അതിനെക്കുറിച്ച് വിചാരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ഒരു ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇപ്പോഴും പ്രസംഗിക്കുന്ന പരിച്ഛേദനയാണ് എങ്കിൽ ഉപദ്രവം സഹിക്കേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല. കാരണം ഉപദ്രവം ഉണ്ടാകുന്നത് സത്യസുവിശേഷം പ്രസംഗിക്കുമ്പോഴാണ്. സത്യസുവിശേഷത്തെയാണ് ആളുകൾ എതിർക്കുന്നത്. ലോകത്തിലുള്ള മനുഷ്യർക്ക് സ്വീകാര്യമല്ലാത്ത കാര്യം എന്നത് സുവിശേഷമാണ്. സുവിശേഷം പ്രസംഗിക്കാതെ മറ്റു കാര്യങ്ങൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും ആളുകൾ നിങ്ങളെ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. സുവിശേഷത്തിന്റെ ഇടർച്ച, സത്യസുവിശേഷത്തിന് പീഡ, അതിനോടുള്ള എതിർപ്പ് എന്നുള്ളത് സത്യസുവിശേഷത്തിന്റെ പ്രത്യേകതയാണ്. നിങ്ങൾക്ക് പീഡയൊന്നും അനുഭവിക്കാൻ ആവശ്യമില്ല എങ്കിൽ സത്യസുവിശേഷം പ്രസംഗിക്കാതിരുന്നാൽ മതി. ആളുകൾക്ക് ഇഷ്ടമുള്ളതായിരിക്കുന്ന കാര്യം അനേക വേദികളിൽ നമ്മൾ കേൾക്കുന്നത് പോലെ നിങ്ങളുടെ കടം മാറും, നിങ്ങളുടെ രോഗം മാറും, നിങ്ങൾക്ക് ധാരാളമായിട്ട് പണം കിട്ടും, അങ്ങനെയൊക്കെ അങ്ങ് പ്രസംഗിക്കുകയാണെങ്കിൽ ആർക്കും ഒരു പ്രയാസമില്ല കേട്ടോ. ആർക്കും ഒരു പ്രയാസമില്ല. കേൾക്കുന്നവരൊക്കെ സന്തോഷമായിട്ട് സ്വീകരിക്കും. പിന്നെ കളിപ്പീരൊക്കെ ആൾക്ക് മനസ്സിലാകും, അത് വേറെ കാര്യം. എന്നാൽ സുവിശേഷത്തിന്റെ ഇടർച്ച ഉണ്ടാകുന്ന മനുഷ്യര് സത്യസുവിശേഷം പ്രസംഗിക്കുമ്പോഴാണ്. പരിച്ഛേദന പ്രസംഗിക്കുന്നുവെങ്കിൽ ക്രൂശിന്റെ ഇടർച്ച നീങ്ങിപ്പോയല്ലോ. പരിച്ഛേദന പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പരിച്ഛേദന പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ അധ്വാനം കൊണ്ട് മനുഷ്യർക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന് പറയുക. മനുഷ്യരുടെ അധ്വാനം കൊണ്ട്, അവരുടെ അനുസരണം കൊണ്ട്, അവരുടെ ആചാരങ്ങൾ കൊണ്ട്, അനുഷ്ഠാനങ്ങൾ കൊണ്ട് മനുഷ്യർക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രവർത്തനങ്ങളും രക്ഷാകരമാണ്, രക്ഷപ്പെടുവാനുള്ള കാരണമാണ് എന്ന് പറയുന്ന പ്രസംഗം, അത് ക്രൂശിന്റെ ഇടർച്ച മാറ്റിക്കളഞ്ഞ, അല്ലെങ്കിൽ സത്യസുവിശേഷത്തിൽ നിന്ന് അതിൻ്റെ നിർമ്മലത എടുത്തു കളഞ്ഞതായിരിക്കുന്ന സന്ദേശമാണ്. അത് അപകടകരം, അല്ലെങ്കിൽ മനുഷ്യർക്ക് അപകടം ഉണ്ടാക്കുന്നതാണ്, എന്നാൽ മനുഷ്യർക്ക് സ്വീകാര്യമായ ആ സന്ദേശമാണ്. അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയാം, ദ ഫ്രീനെസ് ഓഫ് ദ ഗോസ്പൽ ഈസ് ഇറ്റ്സ് ഒഫൻസ്. സുവിശേഷത്തിന്റെ ലാളിത്യവും സുവിശേഷത്തിന്റെ സൗജന്യവുമാണ് സുവിശേഷത്തിന്റെ ഇടർച്ച എന്ന് പറയുന്നത്. സൗജന്യമായിട്ട് യേശു ക്രിസ്തുവിന്റെ ചെലവില് മനുഷ്യരുടെ യാതൊരു പ്രയത്നവും കൂടാതെ വിശ്വാസത്താൽ സ്വീകരിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ദാനമായ രക്ഷ, അത് പറയുമ്പോഴാണ് ആളുകൾക്ക് പ്രയാസം. അത് സ്വീകരിക്കുന്ന ആൾ വളരെ കുറവാകട്ടോ. സത്യസുവിശേഷത്തിനെതിരാണ് ലോകത്തിലുള്ള മതവിഭാഗങ്ങള്, സഭാവിഭാഗങ്ങളൊക്കെ അതിനെതിരാണ്. സത്യസുവിശേഷം, നമ്മൾ ചില സഹോദരന്മാർക്ക് തന്നെ സത്യസുവിശേഷം പറയുമ്പോൾ പ്രയാസമാണ്. ചിലര് അങ്ങനെ സത്യസുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ സഭയുടെ പ്രാധാന്യം കുറയും, നമ്മളുടെ ആളുകളുടെ അനുസരണം കുറയും, അവരുടെ അച്ചടക്കം കുറയും എന്നൊക്കെ ഭയപ്പെടുന്നതായിരിക്കുന്ന ആളുകളുണ്ട്. അപ്പം അതിൻ്റെ സത്യസുവിശേഷത്തോട് ചേർന്ന് അതിൻ്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പറയണം എന്നുള്ളത് ശരിയാണ്. എന്നാൽ സത്യസുവിശേഷം നമ്മൾ പറയുന്നില്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ ഇടർച്ച നീങ്ങിപ്പോയി. മനുഷ്യർ അവരുടെ അധ്വാനത്താൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ സുവിശേഷത്തിൻ്റെ നിർമ്മലത നമ്മൾ നഷ്ടപ്പെടുത്തുകയും
അതിൻ്റെ ഇടർച്ച അല്ലെങ്കിൽ അതിൻ്റെ ആ ഒഫൻസ്, അതിലുള്ളതായിരിക്കുന്ന ദൈവം ഉദ്ദേശിച്ച അതിൻ്റെ ആ പ്രത്യേകമായ നില നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യർക്ക് രക്ഷപ്പെടാനായിട്ട് മനുഷ്യർ ചെയ്യുന്ന യാതൊരു പ്രവൃത്തികളും അടിസ്ഥാനമല്ല. ലോകത്തുള്ള മതങ്ങളെല്ലാം ആ പ്രസ്താവന മുൻപിൽ ഇല്ലാതെയായി. മനുഷ്യരുടെ യാതൊരു പ്രവൃത്തിയും അവരെ രക്ഷിക്കുവാനായിട്ട് പര്യാപ്തമായ കാര്യമല്ല. കൂദാശകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും മനുഷ്യരെ രക്ഷിക്കില്ല. മനുഷ്യരെ രക്ഷിക്കില്ലെന്ന് മാത്രമല്ല, രക്ഷയെ ഒരു നിലയിലും സഹായിക്കുകയുമില്ല. ഒരു നിലയിലും സഹായിക്കില്ല. സ്നാനം കൊണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല. രക്ഷയിൽ സ്നാനത്തിന് യാതൊരു വിധമായ പങ്കുമില്ല. സ്നാനപ്പെടുന്നത് കൊണ്ട് രക്ഷയെ ഒരു നിലയിലും മെച്ചപ്പെടുത്താൻ സാധിക്കുകയില്ല. എന്നാൽ ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ പരസ്യമായ സാക്ഷ്യമാണ് സ്നാനം. തിരുവത്താഴം കൊണ്ട് രക്ഷപ്പെടുകയില്ല. തിരുവത്താഴം എന്ന് പറയുന്നത് ഞാൻ രക്ഷിക്കപ്പെട്ടയാളാണ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയാൽ തൻ്റെ ശരീരം നുറുക്കപ്പെട്ടതുകൊണ്ട് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വന്ന് രക്ഷിക്കപ്പെട്ട ഒരാളാണ് എന്നുള്ളതിൻ്റെ പരസ്യ പ്രഖ്യാപനമാണ് കർത്താവിൻ്റെ മേശ. സഭയിൽ അംഗമായതുകൊണ്ട് രക്ഷപ്പെടുകയില്ല. സ്വോത്ര കാഴ്ച ഇട്ടത് കൊണ്ട് രക്ഷപ്പെടുകയില്ല. രാവിലെ എഴുന്നേറ്റ് ക്വയറ്റ് ടൈം എടുത്തുകൊണ്ട് രക്ഷപ്പെടുകയില്ല. അതൊന്നും രക്ഷയ്ക്ക് കാരണമായ കാര്യം. നമ്മളുടെ രക്ഷയുടെ ഏക അടിസ്ഥാനം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം വരുത്തിയ പാപപരിഹാര ക്രമീകരണം. രക്ഷയ്ക്ക് വേണ്ടി യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം ചെയ്ത പ്രവൃത്തിയാണ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം. അതല്ലാതെ മറ്റ് യാതൊരു കാര്യവും നമ്മുടെ രക്ഷയ്ക്ക് കാരണമല്ല. അപ്പം ആ കാര്യം നമ്മൾ വളരെ പച്ചയായിട്ട്, വളരെ ഉറപ്പായിട്ട്, വളരെ ധൈര്യമായിട്ട് പറയണം. കാരണം ഒരർത്ഥത്തിൽ അത് ഇടർച്ചയാണ് എന്നുള്ളത് ശരിയാണ്. അത് ആളുകൾ കേൾക്കുന്ന ഇഷ്ടമല്ല. അത് ഇടർച്ചയാണ് എന്നുള്ളത് ശരിയായിരിക്കുമ്പോൾ തന്നെ അത് വിശ്വസിക്കുന്ന ആളുകൾക്ക് വരുത്തുന്ന സ്വാതന്ത്ര്യം, വരുത്തുന്ന ധൈര്യം, വരുത്തുന്ന ദൈവത്തോടുള്ളതായിരിക്കുന്ന വിധേയത്വം, നന്ദി എന്ന് പറയുന്നത് അവിശ്വസനീയമായ നിലയിലുള്ള കാര്യം. ഞാൻ യാതൊരു പ്രവൃത്തിയും എൻ്റെ പ്രവൃത്തികൾ കൂടാതെ യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തിയാൽ സമ്പൂർണമായിട്ട് ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ആ സത്യം എത്രയോ അത്ഭുതകരമായ കാര്യമാണ്. അവിടെയാണ് ദൈവത്തിന്റെ കൃപ, അവിടെയാണ് സുവിശേഷത്തിന്റെ നിർമ്മലത, അവിടെയാണ് സുവിശേഷത്തിന്റെ വില, അവിടെയാണ് അതിൻ്റെ അത്ഭുതം നിലനിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ നിലയിൽ തന്നെ നമ്മൾ സത്യസുവിശേഷത്തെ അങ്ങനെ തന്നെ പറയണം. അതിൽ യാതൊരു മാലിന്യവും നമ്മൾ ചേർക്കാനായിട്ട് പാടില്ല. എന്നാൽ ഈ സത്യസുവിശേഷം നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്നുള്ള കാര്യമാണ് തുടർന്ന് അപ്പോസ്തലനായ പൗലോസ് പറയാൻ പോകുന്നത്. അത് നമുക്ക് ഗൗരവമായി തന്നെ പരിഗണിക്കേണ്ട വിഷയമാണ്. എങ്ങനെയാണ് സത്യസുവിശേഷം മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത്? സുവിശേഷം എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാകട്ടെ, അതിൽ നമ്മൾ യാതൊരു പങ്കും നമുക്കില്ല. എന്നാൽ ആ സുവിശേഷം സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മിൽ സുവിശേഷം വളരെ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ വരുത്തും എന്നുള്ള കാര്യം തുടർന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയും. അപ്പോൾ ഈ രണ്ട് കാര്യവും ദൈവത്തിൻ്റെ വചനപ്രകാരം സത്യസന്ധമായി തന്നെ നമ്മൾ പറയണം. സുവിശേഷം പൂർണ്ണമായും സൗജന്യമാണ്, യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാലാണ്, ദൈവത്തിൻ്റെ കൃപയാലാണ്. അത് സ്വീകരിക്കുവാനുള്ള വഴി എന്ന് പറയുന്നത് വിശ്വാസമാണ്, അല്ലാതെ വേറെ ഒരു പ്രവൃത്തിയും അതിനകത്തില്ല എന്നുള്ള കാര്യം പറയാം. എന്നാൽ ഈ സത്യസുവിശേഷം വിശ്വസിച്ച് കഴിഞ്ഞാൽ പഴയ രീതിയിൽ നമുക്ക് തുടരാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന, വ്യതിയാനപ്പെടുത്തുന്ന, അത്ഭുതകരമായ രീതിയിൽ നമ്മെ സ്വാധീനിക്കുന്ന, നമ്മെ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ രൂപപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ ക്രമീകരണമാണ് സുവിശേഷം. അപ്പോൾ ഈ രണ്ട് കാര്യവും നമ്മൾ സുവിശേഷത്തെ സംബന്ധിച്ച് പറയേണ്ടതാണ്. അതിന് രണ്ടാമത്തെ ഭാഗമാണ് ഇനിയും തുറന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് സത്യസുവിശേഷത്തിന് വേണ്ടി നിൽക്കാം. കാരണം ദുരുപദേശം വളരെ അപകടകരമാണ്. അത് മനുഷ്യർക്ക് ആകർഷണീയമാണ്, അത് മനുഷ്യനെ മലിനപ്പെടുത്തും. അതുകൊണ്ട് സത്യസന്ധമായി സുവിശേഷത്തിന് വേണ്ടിയുള്ള നിലപാട് നമ്മൾ നിലനിർത്തണം. അങ്ങനെ നിലനിർത്തണമെന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് സുവിശേഷത്തിന് നിർമ്മലത നിലനിർത്തി അതിനെ തുടക്കം മുതൽ അവസാനം വരെ സത്യസുവിശേഷത്തിൽ നിലനിൽക്കുവാനായിട്ട് നമുക്ക് കരുത്ത് നൽകുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്, സുവിശേഷത്തിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ള കാര്യം നമുക്ക് പറയാം. ഈ സത്യസുവിശേഷമാണ് യഥാർത്ഥത്തിൽ മനുഷ്യരോട് നമ്മൾ അറിയിക്കുമ്പോൾ സുവിശേഷം സത്യമാണെന്നുള്ളതിൻ്റെ തെളിവ്
സത്യസുവിശേഷം കേൾക്കുന്ന ആളുകൾ അതിനെ എതിർക്കുന്നു എന്നുള്ളതാണ് ഒരു തെളിവ്. അല്ലെങ്കിൽ ദർ ഇസ് എൻ ഒഫൻസ് ഇൻ ദ ഗോസ്പൽ. സുവിശേഷത്തിൽ ഇടർച്ചയുണ്ട്. മനുഷ്യർക്ക് ഇഷ്ടമില്ലാത്ത ഒരു വലിയ ക്രമീകരണം സുവിശേഷത്തിനുണ്ട് എന്നുള്ളതാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് സുവിശേഷത്തിൽ നിലനിൽക്കുവാൻ, സുവിശേഷത്തിൽ നിർമ്മലത നിലനിർത്തുവാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്.